സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതന കൃഷിയെക്കുറിച്ചാണ്. വഴുതനക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വഴുതന ചെടിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവാൻ ഓരോ 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളപ്രയോഗവും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഈ തൈകൾക്കൊക്കെ ഇപ്പോൾ വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ വളം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഞാനിവിടെ വളമായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വിറക് കത്തിച്ച ചാരമാണ്. ചാരം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ചാരം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിമാവിരകൾ പോലുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2 പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ വഴുതന ചെടികൾക്ക് നിമാവിര പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. എന്നിട്ട് ഇത് 3ഉം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റി ഇതിൻ്റെ ചുറ്റുഭാഗവും മണ്ണൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്താലുള്ളൊരു ഗുണം നല്ലൊരു വായുസഞ്ചാരം ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായി മാറുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച ഈ വളക്കൂട്ടുണ്ടല്ലോ, ഈ ചാരവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് അത് 2 പിടിയോളം ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുത്ത് മണ്ണുമായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു പച്ചക്കറികൾക്കും കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ വളം കൊടുത്തതിന് ശേഷം മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഓരോ 10 ദിവസം കൂടുമ്പോൾ ഇതുപോലെ വളവും മണ്ണും ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടി വളർന്നു വരും. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഉണങ്ങിയ കരിയിലകളൊക്കെ വെച്ച് പുതയിട്ട് കൊടുക്കുന്നതോ ഒത്തിരി നല്ലതാണ്. ഇതുപോലെ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്താൽ കളകളൊന്നും നിറയില്ല. നനച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ വഴുതന ചെടിയുടെ ചുവട്ടിലും കളകൾ മാറ്റിയതിന് ശേഷം ഇതുപോലെ മണ്ണിളക്കി വളമിട്ട് മണ്ണിട്ട് കൊടുത്ത് അതിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഓരോ താങ്ങ് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ, കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ. അപ്പോൾ ഓരോ കമ്പ് വെച്ചൊക്കെ നമ്മൾ ഈ ചെടി അതിലോട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ബലത്തോടു കൂടി അവിടെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ചെറിയ തൈകളായി ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ തൂമ്പുണ്ടല്ലോ അതിങ്ങനെ നുള്ളിക്കളഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പം ഞാനിവിടെ അങ്ങനെ ചെയ്ത ചെടികളായിട്ട് ഇത് കണ്ടോ, നല്ല കരുത്തോടെ കേട്ടോ ഈ ചെടികളൊക്കെ വളർന്നു വരുന്നത്. ചുറ്റുഭാഗത്തു നിന്നും വന്ന കമ്പുകളൊക്കെ നല്ല കരുത്തോടെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് നുള്ളിക്കളയുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒത്തിരി നല്ലതാണ് ഈ പ്രൂണിങ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇഷ്ടംപോലെ ശിഖരങ്ങളാട്ടോ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇതിൻ്റെ ഇലകളുടെ അടിയിലും മുകളിലൊക്കെ പെട്ടെന്ന് കീടങ്ങൾ വരുന്നൊരു ചെടിയാണ് ഈ വഴുതന. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീടങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു വട്ടം ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനിയുണ്ട്, അതും മാറി മാറി തളിച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് ഇഷ്ടംപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ വിളവെടുക്കാൻ പാകമായ ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇതിൽ നിന്ന് വിളവെടുത്ത ചെടികളാണ് കേട്ടോ. ഒരു വഴുതന ചെടി ഉണ്ടായാൽ തന്നെ നമുക്ക് 2 വർഷം ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രൂൺ ചെയ്താലുള്ളൊരു ഗുണം ഇത്
ചുറ്റുഭാഗത്തു നിന്നും പുതിയ പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ട് ഇതൊക്കെ അങ്ങനെ പ്രൂൺ ചെയ്ത ചെടികളാണ്. ചുറ്റിൽ നിന്ന് വന്ന കമ്പിലൊക്കെയാണ് ഈ കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വിളവെടുക്കാൻ പാകമായതാണ് കേട്ടോ. ഇതൊന്നും അധികം പൊക്കം വെച്ച് പോയിട്ടില്ല. ഇങ്ങനെ പ്രൂൺ ചെയ്ത് വിട്ടപ്പോൾ ചുറ്റുഭാഗത്തുനിന്നും കമ്പുകൾ വന്നതിലൊക്കെയാണ് ഈ കായ്കളൊക്കെ കായ്ച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാൻ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി. ഈ കടലപ്പിണ്ണാക്ക് ഉണ്ടാക്കുന്ന ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.